ഹലോ ഫ്രണ്ട്സ്, +1 ഫിസിക്സ് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഡിസ്കഷൻ ഇന്നത്തെ ക്ലാസ്സോടുകൂടി അവസാനിക്കും. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതിനുശേഷം തൊട്ടടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഈ അധ്യായത്തിലെ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സൊല്യൂഷൻ ക്ലാസ് കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതോടെ കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാം. ദെൻ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കും. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്ന്, ഡെഡ്യൂസ് റിലേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിന് രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടൊരു ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. രണ്ട്, ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഡെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൂടാതെ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്നൊരു ടോപ്പിക്കൂടെ നമ്മൾ കൈകാര്യം ചെയ്യും. ഓക്കെ, സമയം കളയാതെ നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഇതാണ്: ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ ഡയമെൻഷൻ എന്നുള്ള സങ്കല്പവും ഡയമെൻഷണൽ അനാലിസിസും ഹോമോജനിറ്റി പ്രിൻസിപ്പിളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ എക്സ്പ്രഷൻസ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. വി ക്യാൻ ഡെഡ്യൂസ് റിലേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ് ടു 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൂടെ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത കൂടെയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ്റെ ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാക്സിമം 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. എക്സ് പി ക്യു ആർ എന്നിങ്ങനെ 3 വരെ മാക്സിമം 3 വരെ വ്യത്യസ്തമായ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. നാലാമതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊരു പരിമിതി ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ ഭയപ്പെടേണ്ട, നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ഇ ഓഫ് എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് വെലോസിറ്റി വി. അതാണ് നമ്മുടെ ചോദ്യം. അതായത് എം മാസ് ഉള്ളതും വി വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നതുമായ ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതും ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, നമുക്കങ്ങനെ ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഞാൻ മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ഡയമെൻഷണൽ അനാലിസിസിൽ നിന്നൊക്കെയുള്ള ഒരു പ്രത്യേകത, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും. കാരണം അത് ഒരേ പാറ്റേണിലാണ് അത് ചെയ്തു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, അത് ഏറ്റവും ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് നമുക്ക് കണ്ടെത്തേണ്ടത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒടുവിൽ കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്തായാലും ഇ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇ എഴുതുന്നു. നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജിയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ആരുടെ കൈനറ്റിക് എനർജി? ഓഫ് എ ബോഡി, ഒരു വസ്തുവിൻ്റെയാണ്. ആ ബോഡിയുടെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, അതിൻ്റെ മാസ് എം ആണ്, വെലോസിറ്റി വി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിലുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് യുക്തിവഹമായി ഒരു ഗസ് നടത്തുക എന്നുള്ളതാണ്. പൂർണ്ണമായും ഗസ് എന്നുള്ള വാക്ക് പറ്റില്ല, ഗസ് എന്ന വാക്ക് സയൻസിൽ ഉപയോഗിക്കാനും പാടില്ല. ഹൈപ്പോത്തസിസ് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും സങ്കീർണത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും നമുക്ക് യുക്തിവഹമായി തോന്നുന്ന ഒരു ആശയം, ഒരു ഊഹം നമ്മളിങ്ങനെ പറയുകയാണ്. നോക്കിക്കൊള്ളുക. സപ്പോസ് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി, ഇങ്ങനെ ഞാൻ എഴുതുകയാണ്. ഇങ്ങനെ എഴുതാൻ എന്നെ പ്രാപ്തമാക്കിയ ലോജിക്ക് ഇതാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് കൈനറ്റിക് എനർജി ഇ ആണ്, നമ്മുടെ വസ്തുവിൻ്റെ മാസ് തന്നിട്ടുണ്ട് എം ആണ്, വെലോസിറ്റി തന്നിട്ടുണ്ട് വി ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ വസ്തു അതിൻ്റെ കൈനറ്റിക് എനർജി വസ്തുവിൻ്റെ മാസിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്താലോ? അങ്ങനെ വേണം ഗസ് ചെയ്യാൻ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ടൈം എന്ന് എഴുതുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാമല്ലോ, അങ്ങനെ എഴുതുന്നില്ല. അതിന് കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ടൈമിൻ്റെ റെഫറൻസുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ടൈമിനെ അനാവശ്യമായിട്ട് ഇതിലേക്ക് ഗസ് ചെയ്തിടുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഫസ്റ്റ് ഗസ് നടത്താൻ.
ഇ പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി എന്ന് നമ്മൾ എഴുതി. നമ്മൾ വിചാരിക്കുകയാണ് കൈനറ്റിക് എനർജി ഈസ് ഡിപ്പെൻഡിങ് ഓൺ മാസ് ഓഫ് ദി ബോഡി എം ആൻഡ് വെലോസിറ്റി ഓഫ് ദി ബോഡി വി. തീർന്നില്ല, മാസിൻ്റെയും വെലോസിറ്റിയുടെയും പവർ 1 ആവണം എന്ന് നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ എം സ്ക്വയർ വി ക്യൂബ് എന്നാണെങ്കിലോ, അത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയും ഒരു ഗസ് നടത്തുകയാണ്, എം റേസ് ടു എക്സ് വി റേസ് ടു വൈ. ഓക്കെ, ഞാനതിപ്പം വലുതാക്കി എഴുതാം. ഇ പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എക്സ് വി റേസ് ടു വൈ. അപ്പോൾ നമുക്ക് ഈ മാസും വെലോസിറ്റിയുമാണ് കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്തേക്കാം എന്നുള്ളത് നമ്മൾ ആദ്യം ഗസ് ചെയ്യുന്നു. അവിടെ എമ്മിൻ്റെ പവർ എക്സ് ആണെന്നും വിയുടെ പവർ വൈ ആണെന്നും രണ്ടാമത് ഗസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അസംഷൻ, ഗസ് എന്നല്ല ഞാൻ പറയേണ്ടത്, അസംഷൻ, ഈ അസംഷൻ എടുക്കുക എന്നുള്ളതാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ലോജിക്കലായി ഒരു യുക്തിപരമായി ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. നമുക്കറിയാം, ഒരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. നമുക്കതിനെ ഇക്വേഷനാക്കി മാറ്റണം. സോ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എക്സ് വി റേസ് ടു വൈ. അതായത് ഇവിടെ ഉണ്ടായിരുന്ന പ്രൊപ്പോർഷണൽ റിലേഷനെ ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടി റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് സാധാരണ കോൺസ്റ്റൻ്റ് അല്ല, ഇതൊരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഡയമെൻഷൻലെസ് ആണ് കെ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം, നമുക്ക് കെയുടെ ഡയമെൻഷനെ പറ്റി ചിന്തിക്കേണ്ടി വരുന്നില്ല. ആ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടു. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനെ നമ്മളൊരു പേരിടുന്നു, ഇക്വേഷൻ നമ്പർ 1. എന്നിട്ട് നമ്മൾ രണ്ടാമത് വളരെ ബോൾഡായിട്ടുള്ള മറ്റൊരു അസംഷൻ എടുക്കുകയാണ്, ഇക്വേഷൻ 1 കറക്റ്റാണ്. ഇത് നമ്മൾ അസ്യൂം ചെയ്തെടുത്തൊരു ഇക്വേഷനാണ്, ഒരു പ്രൊപ്പോർഷൻ റിലേഷനിൽ നിന്ന് എടുത്തെഴുതിയ ഒരു ഇക്വേഷനാണെന്ന് ഓർക്കണം. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തെഴുതിയ ഈ റിലേഷൻ, ഈ ഇക്വേഷൻ അത് കറക്റ്റാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമുക്ക് കറക്റ്റല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കറക്റ്റാണെന്ന് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ അസ്യൂം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് കറക്റ്റാണെങ്കിൽ ഉറപ്പായും ഇത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിക്കുന്നുണ്ടാകും അല്ലേ? ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചാലല്ലേ കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. അതാണല്ലോ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ആത്യന്തികമായി പറയുന്നത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഡയമെൻഷൻ എഴുതാം. കാരണം ഈ ഇക്വേഷൻ കറക്റ്റാണ്, ഇത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിക്കും. സോ നമ്മൾ രണ്ട് സൈഡിലും ഡയമെൻഷൻ എഴുതാൻ പോവുകയാണ്. നോക്കിക്കൊള്ളുക, ലെഫ്റ്റ് സൈഡിലുള്ളത് എനർജിയാണ്, ഡയമെൻഷൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിലുള്ളത് മാസ് ആണ്, ഡയമെൻഷൻ ഓഫ് മാസ് ടു ദ പവർ എക്സ്, ദെൻ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ടു ദ പവർ വൈ. ശരിയല്ലേ? രണ്ട് വശത്തും ഡയമെൻഷൻ എഴുതി. സെൻറ്ററിൽ നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ടു സൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇക്വേഷൻ ശരിയാണെന്നാണ്. ഇനി നമ്മൾ ഡയമെൻഷൻസ് എടുത്തെഴുതുന്നു. ദെൻ എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, എം റേസ് ടു 1 എൽ റേസ് ടു 2 ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ ആദ്യമുള്ളത് മാസാണ്, എം റേസ് ടു 1 ദ ഹോൾ റേസ് ടു എക്സ്, പിന്നെയുള്ളത് വെലോസിറ്റിയാണ്, എൽ റേസ് ടു 1 ടി റേസ് ടു -1 ദ ഹോൾ റേസ് ടു വൈ. ശരിയാണല്ലോ? ദെൻ നമ്മൾ റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. നോക്കിക്കൊള്ളുക, ലെഫ്റ്റ് സൈഡിലുള്ളത് അങ്ങനെ കിടക്കട്ടെ, എം റേസ് ടു 1 എൽ റേസ് ടു 2 ടി റേസ് ടു -2. അപ്പോൾ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡയമെൻഷൻ എങ്ങനെ എഴുതി? ഇത് എനർജിയുടെ ഡയമെൻഷൻ തന്നെയാണ്, അതാണ് നമ്മളിവിടെ എഴുതിയത്. എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യം കിട്ടുക എം റേസ് ടു എക്സ് എന്നാണ്. എങ്ങനെ കിട്ടി? ഇവിടെ എം റേസ് ടു 1 ദ ഹോൾ റേസ് ടു എക്സ്, അപ്പോൾ 1 ഇൻറ്റു എക്സ്, അപ്പോൾ എക്സ് കിട്ടി. ദെൻ അടുത്ത ടൈമിൽ എൽ റേസ് ടു വൈ ടി റേസ് ടു -y എന്ന് കിട്ടി. അതിന് കാരണം എന്താ? എൽ റേസ് ടു 1 ഹോൾ റേസ് ടു വൈ, 1 ഇൻറ്റു വൈ വൈ. അടുത്ത കേസിൽ ടി റേസ് ടു -1 ഹോൾ റേസ് ടു വൈ, -1 ഇൻറ്റു വൈ -y. ഓക്കെ, ഇത് നമ്മൾ ചേർത്തെഴുതുകയാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെ ചേർത്താക്കുമ്പോൾ എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ടി റേസ് ടു -y എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ എം റേസ് ടു 1 എൽ റേസ് ടു 2 ടി റേസ് ടു -2. ആമായി ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിച്ചോളാം, ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുമുള്ള എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതി.
അതൊരു ഡയമെൻഷണൽ ഇക്വേഷൻ രൂപത്തിൽ എഴുതി. നമ്മളിങ്ങനെ എഴുതാൻ നമ്മളെ പ്രാപ്തമാക്കിയത് ഒറ്റ കാര്യമുള്ളൂ, നമ്മളിവിടെ പരിഗണിച്ച ഇക്വേഷൻ കറക്റ്റാണ്. അങ്ങനെ ഒരു അസംഷനിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഇക്വേഷൻ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എഴുതാം, അതുകൊണ്ട് ഇങ്ങനെ എഴുതാം, അതുകൊണ്ട് ഇങ്ങനെ എഴുതാം, അതുകൊണ്ട് ഇങ്ങനെ എത്തി. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഇനി നോക്കുക, ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് കറക്റ്റായ ഒരു ഇക്വേഷനാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ കറക്റ്റാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ ഡയമെൻഷൻ ആണെങ്കിൽ മാസിൻ്റെ പവർ ഒന്നായിരിക്കണം, ലെങ്ത്തിൻ്റെ പവർ ഒന്നായിരിക്കണം, ടൈമിൻ്റെ പവർ ഒന്നായിരിക്കണം ഇരുവശങ്ങളിലും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എഴുതാം ഇക്വേറ്റിംഗ് the dimensions on both sides രണ്ട് വശങ്ങളിലെയും ഡയമെൻഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക x ഈക്വൽ ടു 1, y ഈക്വൽ ടു 2, മൈനസ് വൈ ഈക്വൽ ടു -2. അത് ഇൻഫാക്റ്റ് എന്ത് തന്നെയാണ്, y ഈസ് ഈക്വൽ ടു 2 തന്നെയാണ്. കാരണം ഇവിടെയുള്ള രണ്ട് മൈനസുകൾ ക്യാൻസൽ ആയാൽ അത് y ഈസ് ഈക്വൽ ടു 2 ആവും. അപ്പോൾ നമ്മൾ മാസിൻ്റെ പവർ ഇവിടെ x ആണ്, ഇവിടെ 1 ആണ്. ഈക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി x ഈക്വൽ ടു 1 ആണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ലെങ്ത്തിൻ്റെ പവർ y ആണ്, ലെഫ്റ്റ് സൈഡിൽ ലെങ്ത്തിൻ്റെ പവർ 2 ആണ്. ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി y ഈസ് ഈക്വൽ ടു 2. ദെൻ മൈനസ് വൈ ഈസ് ഈക്വൽ ടു -2 എന്ന് മനസ്സിലായി. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ഇനി ഈ വാല്യൂകൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതുകയാണ് കേട്ടോ, നോക്കിക്കോളൂ. എൻ്റെ ഇക്വേഷൻ നമ്പർ 1 ഇതായിരുന്നു. E ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു എക്സ് വി റേസ് ടു വൈ. ഇതായിരുന്നു എൻ്റെ ഇക്വേഷൻ നമ്പർ 1. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും E ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു 1 v റേസ് ടു 2. അപ്പോൾ അതൊന്നൊരു ഭംഗിയായി എഴുതി കഴിഞ്ഞാൽ E ഈസ് ഈക്വൽ ടു k ഇൻറ്റു m v സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് m മാസും v വെലോസിറ്റിയുമുള്ളൊരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. ശരിക്കും കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ നമുക്കറിയാം അല്ലേ? എന്താണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് കിട്ടുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് ശരിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. പക്ഷേ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിലൂടെ ഇങ്ങനൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇവിടം വരെ മാത്രമേ എത്താൻ പറ്റൂ. ഇതിലൊറ്റ പോരായ്മയുള്ളൂ, കെയുടെ സ്ഥാനത്തുള്ള കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1/2 ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ ഒറ്റ പ്രശ്നമേ ഇതിനകത്തുള്ളൂ. അതായത് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കെയെ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് എന്നാണ്. ഡയമെൻഷൻസ് ഇല്ലാത്ത ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താൻ ഡയമെൻഷണൽ അനാലിസിസ് എന്ന മെത്തേഡിന് കഴിയില്ല. ബാക്കിയുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും വളരെ കൃത്യമായി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒരിക്കൽ കൂടെ കാണണം കേട്ടോ. ശരി, ഇത് നെക്സ്റ്റ് പ്രോബ്ലം. സമയം കളയുന്നില്ല, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. സപ്പോസ് ദാറ്റ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ് ഓഫ് ദി ബോബ് m, ലെങ്ത് l ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g. അപ്പോൾ നമ്മളോട് പറയുകയാണ്, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഓസിലേഷൻ, അത് തന്നെയാണ് ഈ ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മാസിനെയും പെൻഡുലത്തിൻ്റെ ലെങ്ത്തിനെയും അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് സപ്പോസ് ചെയ്യുക, വിചാരിക്കുക. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ടൈം പീരീഡ് യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. അങ്ങനെയെങ്കിൽ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ ക്ലിയറാണ്. സിമ്പിൾ പെൻഡുലം ഉണ്ട്, അതിൻ്റെ ടൈം പീരീഡ് പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മാസിനെയും പെൻഡുലത്തിൻ്റെ ലെങ്ത്തിനെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, അത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഒരു സൈഡ് എന്തായാലും ടി ആയിരിക്കും.
ടൈമാണല്ലോ. ടൈം പീരീഡ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ടൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചോളുക. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെയാണല്ലോ നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുക. അത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡിലേക്ക് മാക്സിമവും ഇനിയൊരു സൈഡിലേക്ക് മാക്സിമമായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന മാസീവായിട്ടുള്ള സാധനത്തെയാണ് നമ്മൾ ബോബ് എന്ന് വിളിക്കുക. അതിൻ്റെ മാസാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയായിട്ട്? എം ആയിട്ട്. പിന്നെ പെൻഡുലത്തിൻ്റെ ഈ നീളത്തെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുക. ഓക്കെ, അതും നമുക്കറിയാം. അപ്പോൾ ടൈം പീരീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൻഡുലം ഇവിടുന്ന് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുന്ന് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് തിരിച്ച് വീണ്ടും തുടങ്ങിയ സ്ഥാനത്ത് തന്നെ എത്താനെടുത്ത സമയത്തെയാണ് ടൈം പീരീഡ് എന്ന് പറയുക. ഒന്നുകിൽ അതിനെ ഇങ്ങനെ വിശദീകരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. പെൻഡുലം മീൻ പൊസിഷനിൽ നിന്നും ഒരു സൈഡിലേക്കുള്ള പോസിറ്റീവ് മാക്സിമത്തിൽ പോയി അവിടുന്ന് തിരിച്ച് വന്ന് നെഗറ്റീവ് സൈഡിലുള്ള മാക്സിമത്തിലേക്ക് പോയി വീണ്ടും അത് മീൻ പൊസിഷനിൽ എത്താനെടുത്ത സമയം, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിയറി ഭാഗം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ടൈം പീരീഡാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ടി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദി ബോബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എം ഉണ്ടാവാം, പവർ എക്സ് ആകാം. വലുതാക്കി എഴുതാവേ. ടി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എക്സ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ലെങ്ത് ആണ് എൽ റേസ് ടു വൈ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ജി റേസ് ടു സെഡ്. ഇങ്ങനെ ഏറ്റവും യുക്തിവഹമായ ഒരു അസംഷൻ നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, മാസിൻ്റെ പവർ എക്സ് ആയിരിക്കാം. ലെങ്ത് ഓഫ് ദി പെൻഡുലത്തെ ഡിപ്പെൻഡ് ചെയ്യാം, പവർ വൈ ആയിരിക്കാം. പെൻഡുലം ഇരിക്കുന്ന സ്ഥലത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാം, പവർ സെഡ് ആയിരിക്കാം. നമുക്കറിയില്ല. ഇനി അതിലേക്കാണ് പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഇക്വേഷനാക്കി മാറ്റുന്നു. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ജി റേസ് ടു സെഡ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ ഈ ഇക്വേഷന് പേര് കൊടുക്കുന്നു ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 കറക്റ്റാണ് എന്ന അസംഷനിലൂടെ, ശരിയാണ് എന്ന അസംഷനിലൂടെ വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ശരിയാണെന്ന് അസ്യൂം ചെയ്താൽ ഇത് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിക്കും. അപ്പോൾ നമ്മൾ ഇരുവശങ്ങളിലുമുള്ള ഡയമെൻഷൻ എഴുതണം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടൈമാണ് ടി റേസ് ടു 1. റൈറ്റ് ഹാൻഡ് സൈഡിൽ കെ ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കെയുടെ ഡയമെൻഷനെ പറ്റി ചിന്തിക്കേണ്ടതില്ല. ദെൻ അടുത്തത് മാസാണുള്ളത് എം റേസ് ടു എക്സ്. പിന്നീട് ലെങ്ത് ഓഫ് ദി പെൻഡുലം എൽ ആണുള്ളത് റേസ് ടു വൈ. അടുത്തതായിട്ടുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് ബേസിക്കലി അതൊരു ആക്സിലറേഷൻ ആയതുകൊണ്ട് എൽ ടി റേസ് ടു -2 ഹോൾ റേസ് ടു വൈ എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ദെൻ എൽ റേസ് ടു സെഡ്. ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്, സെഡ് ആണ് കേട്ടോ. എൽ റേസ് ടു സെഡ് ടി റേസ് ടു -2z. അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. -2 ഉണ്ട്, ഹോൾ റേസ് ടു സെഡ് ആണ്, -2 ഇൻറ്റു സെഡ് -2z. ഇന്ന് ചേർത്ത് എഴുതുകയാണ്, നോക്കാം. എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ പ്ലസ് സെഡ് ടി റേസ് ടു -2z. അപ്പോൾ അതെങ്ങനെയാണ് വൈ പ്ലസ് സെഡ് ആയെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു എൽ റേസ് ടു വൈ ഇൻറ്റു ഒരു എൽ റേസ് ടു സെഡ് ഉണ്ട്. സോ വൈ പ്ലസ് സെഡ് എന്ന് വരും. അതാണ് വൈ പ്ലസ് സെഡ് എന്നുള്ളത് വാല്യൂ നമ്മളിവിടെ എഴുതിയത്. ഓക്കെ. ലെഫ്റ്റ് സൈഡിലുള്ള അത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാൽ എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 എന്നാണ് കിട്ടുക. കാരണം നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടൈം പീരീഡ് മാത്രമാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇരുവശങ്ങളിലുമുള്ള ഡയമെൻഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇനി എഴുതേണ്ടത്. എക്സ് ഈക്വൽ ടു 0. എങ്ങനെ? കാരണം ഇവിടെ മാസിൻ്റെ പവർ എക്സ് ആണ്, ഇവിടെ മാസിൻ്റെ പവർ 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി. ദെൻ വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0. അതെങ്ങനെ മനസ്സിലായി? ലെങ്ത്തിൻ്റെ പവർ വൈ പ്ലസ് സെഡ് ആണ്, അതിവിടെ 0 ആണ്. അതുകൊണ്ട് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി. ദെൻ
2z ഈസ് ഈക്വൽ ടു 1 എന്ന് മനസ്സിലായി. അത് ഇവിടെ നിന്നാണ് കിട്ടിയത്. -2z ടൈമിൻ്റെ പവർ ഇവിടെയുള്ളത് 1 ആണ്. സോ -2z ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം z ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുള്ളൂ. സെഡിന് മാത്രമായി കാണാനായിട്ട് ഈ -2നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയപ്പോൾ അത് -1/2 ആയി. അപ്പോൾ ഈ റിസൾട്ടിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് y പ്ലസ് -1/2 ഈക്വൽ ടു 0 എന്നാണ് അല്ലേ. അവിടെ നിന്ന് കിട്ടുക y ഈസ് ഈക്വൽ ടു 1/2 എന്നാണ്. അതായത് നമ്മുടെ ഈ -1/2 അപ്പുറത്ത് പോയി. അത് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം. നമ്മൾക്ക് -2z ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അവിടെ നിന്ന് z ഈസ് ഈക്വൽ ടു ഈ -2നെ റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡിനോമിനേറ്റർ -2 ആണ്. ആ മൈനസ് മുകളിലാണ് എഴുതുന്നത്, അതുകൊണ്ട് -1/2 എന്നായി. പക്ഷേ അത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ y പ്ലസ് z ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് z അറിയാം എത്രയാണെന്ന്. എന്താണ്? -1/2. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോണത് y പ്ലസ് -1/2 ഈസ് ഈക്വൽ ടു 0. ഒരു ചെറിയ കാര്യമുണ്ട്, ഈ ബ്രാക്കറ്റ് വരേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു y പ്ലസ് -1/2 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ -1/2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എന്ന് കിട്ടുമല്ലോ. -1/2 അപ്പുറത്ത് പോയാൽ +1/2 ആവും. അപ്പോൾ y ഈസ് ഈക്വൽ ടു +1/2 എന്ന് കിട്ടി. അങ്ങനെയാണത് മനസ്സിലായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. x ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടിയിട്ടുണ്ട്, z ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുകയാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഇങ്ങനെയായിരുന്നു. t ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു x l റേസ് ടു y g റേസ് ടു z എന്നായിരുന്നു. അവിടേക്ക് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് മാറുന്നത് ശ്രദ്ധിക്കാം. t ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു 0 l റേസ് ടു 1/2 g റേസ് ടു -1/2. നമ്മളെല്ലാ വാല്യൂവും കൊടുത്തു. സെഡിൻ്റെ വാല്യൂ -1/2 ഇവിടെ കൊടുത്തു, വൈയുടെ വാല്യൂ 1/2 ഇവിടെ കൊടുത്തു, എക്സിൻ്റെ വാല്യൂ 0 ഇവിടെ കൊടുത്തു. ഇനി ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ അറിയണം. എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ് എന്നും, എക്സ് റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ 1/സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണെന്നും നമുക്കറിയണം. എന്നല്ല, നമുക്കറിയാം. അപ്പോൾ ആ വാല്യൂവും കൂടെ ഇവിടെ അങ്ങനെയും കൂടെ ഇത് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. t ഈസ് ഈക്വൽ ടു k ഇൻറ്റു ആദ്യ ടൈം നോക്കൂ m റേസ് ടു 0. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ മാസിന് റോളൊന്നും ഇല്ല, മാസിന് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. അപ്പോൾ മാസ് എഴുതണോ? എഴുതണ്ട, മാസിൻ്റെ ടൈം എഴുതണ്ട. ദെൻ അടുത്തത് റൂട്ട് ഓഫ് എൽ എന്ന് എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് എൽ. കാരണം ഇത് l റേസ് ടു 1/2 ആണ്. എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത് റൂട്ട് എൽ. അടുത്തത് g റേസ് ടു -1/2. അപ്പോൾ എക്സ് റേസ് ടു -1/2 അത് 1/√x ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഡിവൈഡഡ് ബൈ റൂട്ട് g എന്ന് എഴുതാം. അത് ഡിനോമിനേറ്ററിലാണ് 1/. ഈ ഇക്വേഷനെ തന്നെ നമ്മൾ അല്പം കൂടെ ഒന്ന് പരിഷ്കരിച്ച് ഭംഗിയായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. t ഈസ് ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. t ഈസ് ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. അവിടെയും k എന്ന ഈ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കഴിയില്ല. പക്ഷെ നമുക്കറിയാം ശരിക്കും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. t ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ്. അതായത് കെയുടെ വാല്യൂ 2 ഇൻറ്റു പൈ ആണ്. പക്ഷേ അത് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഉത്തരം ഇതാണ്. ഇത്രയും മാത്രം ചെയ്താൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് പലതവണ ആവർത്തിച്ച് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നന്നായിട്ട് പഠിക്കണം.
പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് നോക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ലാസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഇതങ്ങനെ വലിയ ടോപ്പിക്കൊന്നുമല്ല. നമ്മൾ ഓൾറെഡി ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കുക വഴി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴായിട്ട് പറഞ്ഞ ലിമിറ്റേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രമാത്രം ഇതിനെപ്പറ്റി വിചാരിച്ചാലും മതി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. എന്തായാലും നിങ്ങളൊരു 3-4 ലിമിറ്റേഷൻസ് പഠിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ലിമിറ്റേഷൻ, ഡയമെൻഷണൽ അനാലിസിസ് ചെക്ക് ഓൺലി ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ബട്ട് നോട്ട് ദി എക്സാക്ട് കറക്റ്റ്നെസ്. അത് നമുക്കറിയാം അല്ലേ. ഒരു ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമാണ് ചെക്ക് ചെയ്യപ്പെടുന്നത്. എക്സാക്റ്റ് ഇക്വേഷൻ അതാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. സെക്കൻഡ് ലിമിറ്റേഷൻ, ദി ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് cannot be obtained by this method. അതാണ് നേരത്തെ പറഞ്ഞ കെയുടെ കാര്യം. ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂകളൊന്നും നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. We cannot deduce a relation if a physical quantity depends on more than 3 physical quantities. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മൂന്നിലധികം മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരമൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാൻ ഡയമെൻഷണൽ മെത്തേഡ് കൊണ്ട് സാധിക്കില്ല. ഇപ്പോൾ x=PQR ആണെങ്കിൽ ഓക്കെ, പിയും ക്യൂ ആറും എക്സും എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. അതിൻ്റെ കൂടെ ഒരു Z എന്ന് പറയുന്ന നാലാമതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൂടെ എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. യെസ്. ദെൻ ദ മെത്തേഡ് cannot be considered to derive equations involving more than one term. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷന് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേമേ പാടുള്ളൂ. അപ്പം നമ്മൾ ഡിറൈവ് ചെയ്ത 2 ഇക്വേഷൻ ആയിരുന്നു നോക്കിക്കോളൂ. ഒന്ന് T=k√L/g, റൈറ്റ് സൈഡിൽ ഒരു ടേമേ ഉള്ളൂ, ശരിയല്ലേ? അല്ലെങ്കിൽ E=k/mv² എന്നെഴുതി, റൈറ്റ് സൈഡിൽ ഒരു ടേമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ 2 ടേം വരുന്നൊരു ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ S=ut+12a_t², ഇങ്ങനെ വിചാരിക്കുക. ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേം ഉണ്ട്. ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. 2 ടേം ഉള്ളത് കൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ദെൻ അഞ്ചാമത്തെ പോയിൻറ്റ്, എ ഫോർമുല കണ്ടെയ്നിങ് ട്രിഗ്നോമെട്രിക്, എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫങ്ഷൻസ് cannot be derived from it. അതായത് ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ ട്രിഗ്നോമെട്രിക്കും എക്സ്പൊണൻഷ്യലും ലോഗരിതമിക്കുമായ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷനും ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ ഒരു കാരണമേ ഉള്ളൂ, ഈ പറഞ്ഞവയ്ക്കൊന്നും ഡയമെൻഷൻസ് ഇല്ല എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ്. അത് നമ്മൾ ആദ്യ ക്ലാസ്സിൽ തന്നെ, 1ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഒരേ ഡയമെൻഷണൽ ഫോർമുല വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്, സ്പീഡ്, വെലോസിറ്റി പോലെയൊക്കെ. അവയെ വെവ്വേറെ തിരിച്ചറിയാൻ ഡയമെൻഷണൽ മെത്തേഡിന് സാധിക്കില്ല. ഓക്കെ, അങ്ങനെ 6 പ്രധാനപ്പെട്ട ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു 4 എണ്ണമെങ്കിലും മിനിമം നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. 1ാമത്തെ അധ്യായത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിട്ടാൽ അത് വിശദീകരിച്ച് തരാം. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഉണ്ടാവുക. പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പിലുള്ളതുമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോബ്ലം സോൾവിങ് ക്ലാസ് ആയിരിക്കും അടുത്തത് ഉണ്ടായിരിക്കുക. ഓക്കെ, നന്നായി പഠിക്കുക. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.